ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും എക്സാമിന് രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡിസംബർ 2024 എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ പല കുട്ടികൾക്കുമുള്ള ഡൗട്ടാണ് പ്രാക്ടിക്കൽ ഇൻറ്റേൺഷിപ്പ് പ്രൊജക്റ്റ്, ആ എക്സാം, ഇവയുടെ എക്സാമുകളൊക്കെ നമുക്ക് നമ്മളുടെ തിയറി പേപ്പേഴ്സിൻ്റെ കൂടെ തന്നെയാണ് ഉണ്ടാവുക, അല്ല പിന്നീടാണോ ഉണ്ടാവുക എന്നുള്ളത്, അതിൻ്റെ ഡേറ്റ് എങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മളുടെ പ്രാക്ടിക്കൽ ഇൻറ്റേൺഷിപ്പ് പ്രൊജക്റ്റ് ഇവയുടെ എക്സാം നമ്മളുടെ തിയറി പേപ്പേഴ്സിൻ്റെ എക്സാമിൻ്റെ കൂടെയല്ല ഉണ്ടാവുക. അതായത് നമുക്കിപ്പോൾ നമ്മളുടെ ഡിസംബർ എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ടുള്ളത് ഡിസംബർ 2 മുതൽ നമുക്ക് ജാനുവരി 9 വരെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇത് ടെൻറ്റേറ്റീവ് ആണ്, ഇതിൽ ചേഞ്ച് വരാം. എന്നാലും ലാസ്റ്റ് ഡേറ്റും അതുപോലെ തന്നെ നമ്മളുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റും മാറാറില്ല. അതിൻ്റെ ഇടയിലുള്ള എക്സാമുകളാണ് ഡേറ്റ് പരസ്പരം മാറുക എന്ന് മാത്രമേ ചെയ്യാറുള്ളൂ. ഇതിൽ ഈ എക്സാമിൻ്റെ ഡീറ്റെയിൽസിൽ, ടെൻറ്റേറ്റീവ് ഡീറ്റെയിൽസിൽ നമുക്ക് പ്രാക്ടിക്കലിൻ്റെയോ അല്ലെങ്കിൽ ഇൻറ്റേൺഷിപ്പിൻ്റെയോ പ്രൊജക്റ്റിൻ്റെയോ ഡേറ്റ് കാണാൻ വേണ്ടി സാധിക്കുകയില്ല. കാരണം ഈ പ്രാക്ടിക്കലിൻ്റെയും ഇൻറ്റേൺഷിപ്പിൻ്റെയും പ്രൊജക്റ്റിൻ്റെയും എക്സാമുകൾ അല്ലെങ്കിൽ ക്ലാസ്സുകൾ, പ്രാക്ടിക്കലിൻ്റെ ക്ലാസ്സുകളൊക്കെ നടക്കുന്നത് നമ്മളുടെ ഈ ഒരു എക്സാം കഴിഞ്ഞിട്ടായിരിക്കും. ഇപ്പോൾ ഫസ്റ്റ് ഇയറിൽ നമുക്ക് ഒരു പ്രാക്ടിക്കൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ക്ലാസ്സുകൾ നടക്കുന്നത് തന്നെ മിക്കവാറും ഉണ്ടാവുക നമ്മളുടെ എക്സാം കഴിഞ്ഞിട്ട്, ഈ ഒരു എക്സാം കഴിഞ്ഞിട്ടാണ് തുടങ്ങുക തന്നെ ചെയ്യുക. അതിനുശേഷം 2-3 മന്തിന് ശേഷമാണ് നമുക്കിതിൻ്റെ വൈവ ഉണ്ടായിരിക്കുക. ഈ കാര്യങ്ങളൊക്കെ, ഈ ഒരു പ്രാക്ടിക്കലിൻ്റെ ക്ലാസ്സിൻ്റെയും അതുപോലെ തന്നെ വൈവയുടെയൊക്കെ കാര്യം തീരുമാനിക്കുന്നത് നിങ്ങളുടെ സ്റ്റഡി സെൻറ്റേഴ്സും അതുപോലെ തന്നെ റീജിയണൽ സെൻറ്ററുമാണ് തീരുമാനിക്കുന്നത്. അത് പല സ്റ്റഡി സെൻറ്റേഴ്സും വെവ്വേറെ രീതിയിലാണ് തീരുമാനിക്കുക. അവർക്ക് ഇഷ്ടമുള്ള ഡേറ്റ്, അവർക്ക് ഫാക്കൽറ്റീനെ കിട്ടുന്ന ഡേറ്റ്, അതൊക്കെ നോക്കിയിട്ടാണ് വൈവയും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ക്ലാസ്സുകളും ഉണ്ടാവുക. നിങ്ങളുടെ സ്റ്റഡി സെൻറ്ററിലെ ക്ലാസ്സുകളും പ്രാക്ടിക്കൽ ക്ലാസ്സുകളും അതുപോലെ തന്നെ വൈവയും എപ്പോഴാണ് ഉണ്ടാവുക എന്നുള്ളത് നിങ്ങളുടെ സ്റ്റഡി സെൻറ്ററിനെ വിളിച്ച് ചോദിച്ച് മനസ്സിലാക്കുക. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പ്രാക്ടിക്കൽ ഇൻറ്റേൺഷിപ്പ് പ്രൊജക്റ്റ് പോലെയുള്ള സബ്ജക്റ്റുകൾക്ക് നമ്മൾ ഇപ്പോഴേ തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. നിങ്ങളിപ്പോൾ 2024 ജാനുവരി ബാച്ച് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് ഇയറിലെ പ്രാക്ടിക്കൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഡിസംബറിലെ എക്സാമിൻ്റെ കൂടെ തന്നെ നിങ്ങൾ അതിന് വേണ്ടിയിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നെക്സ്റ്റ് ഒരു മാർച്ച് ഏപ്രിൽ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ഇതിൻ്റെ ക്ലാസ്സും അതുപോലെ തന്നെ ഇതിൻ്റെ വൈവയും ഒക്കെ ഉണ്ടാവുകയുള്ളൂ. അത് കഴിഞ്ഞ് നിങ്ങളുടെ റിസൾട്ട് വരാനും കുറേ ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പ് വൈവ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ചെയ്ത് തീർക്കുക. ബാക്കിയുള്ള തിയറി എക്സാം നമുക്ക് ഒരു സെമ്മിൽ തന്നെ, അതായത് ഒരു സെഷനിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ എഴുതി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഇതുപോലെയുള്ള സബ്ജക്റ്റ്, ഇൻറ്റേൺഷിപ്പ് പ്രൊജക്റ്റ് പ്രാക്ടിക്കൽ പോലുള്ളത് ടൈം എടുക്കുന്ന സബ്ജക്റ്റുകളാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ചെയ്യുന്നു അത്രയും നല്ലത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് താങ്ക് യു.